അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഓണത്തിന് സ്പെഷ്യൽ ഇലസദ്യ സാമ്പാർ. നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ എല്ലാ ഈ സദ്യയിൽ ഒഴിക്കുന്ന ഒരു സാമ്പാറിന് ഒരു മണമുണ്ട് കേട്ടോ. നമ്മൾ ഇലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രുചി, ആ രുചി മണമൊക്കെ ഇന്ന് കാലത്ത് നമുക്കത് കിട്ടില്ല കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പല മസാലകൾ ഇല്ലേ, പല പൊടികൾ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നും നമുക്ക് അതേ രുചിയിൽ നമുക്ക് ഇലസദ്യ സാമ്പാർ കഴിക്കണമെങ്കിൽ ഇതേട്ടാ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസദ്യ സാമ്പാർ പൊടിയുണ്ട് കേട്ടോ. ഈ സാധനം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അതുമല്ല നമ്മുടെ പഴയ കാലത്ത് ആ രുചിയും ടേസ്റ്റും തരുമയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പാറാണിത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇലസദ്യ സാമ്പാർ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവരുടെ ഇലസദ്യ പാലടാട്ടാ, യൂണിറ്റ് ടേസ്റ്റിൻ്റെ തന്നെ ഇലസദ്യ പാലട. നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പാലട ഉണ്ടാക്കാം. പാല് തിളപ്പിച്ച് അതിനകത്ത് ഇത് മാത്രം ഇട്ടാൽ മതി, ഇലസദ്യ പാലടയായി. അപ്പോൾ നമ്മൾ അധികം വൈകില്ല, നമുക്ക് നേരെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നമ്മളിന്നൊരു 10-15 ഐറ്റം സാധനം അല്ലേ, കൂട്ടുകറികളും സാധനങ്ങളും ഒരുപാട് ഐറ്റം നമ്മൾ ഉണ്ടാക്കി നമ്മൾ മാത്രം കഴിക്കുന്നതല്ല. ഇന്ന് നമ്മൾ എന്നും കൂടെ നമ്മുടെ ഓവർഫ്ലോയിലെ കുട്ടികൾക്ക് ആദ്യത്തെ ഓണസദ്യ, ഈ കൊല്ലത്ത് ആദ്യത്തെ ഓണസദ്യ നമ്മളാണ് കൊടുക്കുന്നത്. ഒരുപാട് ഓണസദ്യ അവരുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ, ഇലസദ്യ സാമ്പാർ പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഓണസദ്യ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിച്ച് നമുക്ക് ഈ പരിപാടികളൊക്കെ തീരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ പരിപാടിയിലേക്ക് പോലെ ഓക്കെ. പച്ചവെള്ളം ഒഴിക്കണം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, വാഴയ്ക്ക കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയും വെള്ളം ക്യാരറ്റ്, പയറും ബീൻസും, കുറച്ച് ചെറിയ, കുറച്ച് പച്ചമുളക്, വഴുതിന് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ.
വാളംപുളി വെള്ളത്തിൽ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെണ്ടയ്ക്ക വണക്കിയെടുക്കല്ലേ. കൊഴുപ്പുണ്ടായില്ല അല്ലേ? നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് പോകാം. തക്കാളി, നമ്മുടെ വാളം പുളിയാക്കിയ വെള്ളം അല്ലേ? പുളി വേണം സാമ്പാർ. പരിപ്പ് വേവിച്ച നമുക്ക് സാമ്പാർ പൊടി കൂട്ടിയെടുക്കാം അല്ലേ? എന്താ മണം കേട്ടോ അതിൻ്റെ, നല്ല മണം കേട്ടോ. രതീഷേ, ഈ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസദ്യ സാമ്പാർ ഒരു പ്രത്യേകത അറിയോ? അറിയില്ല. മറ്റ് സാമ്പാർ പൊടി ഉണ്ടാക്കും പോലെയല്ല ഈ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസദ്യ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്. ഇത് തനി ട്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പഴയ കാലത്തൊക്കെ സാമ്പാർ പൊടി ഉണ്ടാക്കല്ലേ, ആ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല രുചിയും മണവും ഒരല്പം കൂടുതലായിരിക്കും. ഇപ്പം തന്നെ നല്ല മണമില്ലേ? അത് ആ ഒരു പഴയ ട്രഡീഷണൽ രീതി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസദ്യ സാമ്പാർ പൊടി ഇടുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് കായങ്ങളോ സാധനങ്ങളോ ഒന്നും വേണ്ട, ഇത് ഇട്ട് കൊടുത്താൽ അല്ലേ? നന്നായി ഒന്ന് ഇളക്കി രതീഷേ, എന്നിട്ട് നോക്കിയിട്ടാ. ഒന്നുകൂടെ ഉള്ളി വയ്ക്കാം. കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വലിയ ഉള്ളി, കുറച്ച് വറമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, ചെറിയ പായസം പാല്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ഇലസദ്യ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. 1 ലിറ്റർ പാലിൽ ഒരൊറ്റ പാക്കറ്റ് ഇട്ടാൽ കേട്ടാ. ഇത് നമ്മളിതിൽ 10-12 ലിറ്റർ പാൽ ഒഴിച്ചിട്ടില്ലേ? നല്ല സുഖല്ലേ? നമ്മുടെ അടപ്പായസം റെഡി ആയിട്ട് നമുക്ക് കുറച്ച് ഒരുപാട് കട്ടിയാക്കണം. കുറച്ച് നേരം വെക്കും, കട്ടിയാക്കും. ഒന്ന് ചൂടാറുമ്പോൾ കട്ടിയാക്കണം. ഒരുപാട് കട്ടിയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കണേ. എല്ലാവരും മുണ്ടായിരിക്കാണ്ട നമുക്ക് ഇത് വീട്ടാൻ വേണ്ടി. ആദ്യം നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്താ നോക്കട്ടാ. അടിപൊളിട്ടാ. ഇത് എങ്ങനെയുണ്ട്? സംഭവം ഒന്നും ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് തന്നാ ഇഷ്ടംപോലെ കറികളുണ്ട് കേട്ടാ. ഇത് ശർക്കര വരട്ടി, വറ്റൽ തുടങ്ങിയ അടിപൊളി സദ്യ കേട്ടാ. സാമ്പാർ ശരിക്ക് നമ്മൾ പണ്ട് കാലത്ത് ദിശ പണ്ട് കാലത്ത് കഴിക്കുന്ന ആ ഇലസദ്യ സാമ്പാറിൻ്റെ ഒരു മണവും രുചിയില്ലേ? സംഭവം യൂണിറ്റ് ടേസ്റ്റിൻ്റെ മസാല സൂപ്പറാണ് കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം.
ഏട്ടാ സാമ്പാർ എങ്ങനെയുണ്ട് നമ്മുടെ? സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അല്ലേ? അടിപൊളി. ആ ആഹാ ആഹാ. പ്രത്യേക ടേസ്റ്റ്. ഒരു രക്ഷയില്ലേട്ടാ സംഭവം. നമ്മൾ വെറുതെ പറയാട്ടാ. ഇത് കണ്ടിട്ടാ ശരിക്കും രക്ഷയില്ല. കറക്റ്റ് മധുരം അല്ലേ? കറക്റ്റ് രുചി. എന്താ പറയാ, ഭയങ്കര രസം. ഇലസദ്യ പാലട അല്ലേ? പാടപ്രഥമം കഴിഞ്ഞു. നമ്മുടെ നാടൻ ഗോതമ്പ് പായസം അതും അടിപൊളി. നമ്മളുണ്ടായിക്കൊണ്ട് പറയല, സംഭവം സൂപ്പറാ. അപ്പോൾ സംഭവം എല്ലാം ഒന്നിനൊന്നും മെച്ചം കേട്ടാ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഓവർഫ്ലോയിൽ എന്നും വേണം ഓവർഫ്ലോയിൽ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അവർ കൊടുക്കാം. അപ്പോൾ ഒരുപാട് എന്താ പറയാ, സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഒരു കൊല്ലത്തെ കഷ്ടപ്പാട് മുഴുവൻ തീർത്ത് നല്ല ഭക്ഷണം ഉള്ളതിന്റെ സന്തോഷമായിട്ടാണ് ഓണം കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഈ ലോകം മുഴുവനും ഏറ്റവും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ വേദനയിലും കഷ്ടപ്പാടിലൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ ഓണത്തിന് ഏറ്റവും സന്തോഷം ഉണ്ടാവാനായിട്ടും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഫിറോസ്കയുടെ ചാനൽ കാണുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിക്കോ? എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്ന ഓർഫനേജിൽ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. പോളി ഗാർഡൻ ഓർഫനേജാണ്, ഒറ്റപ്പാലത്ത് ഓർഫനേജാണത്, ഒറ്റപ്പാലം ലക്കടിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇവിടെ സഹായിക്കണം താല്പര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ ബന്ധപ്പെടുക. ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ. ഇവർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണം പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫോൺ എടുത്തായിരിക്കും നമ്മൾ നേരിട്ട് തന്നെ എന്താ വേണ്ടി ചെയ്തു. അപ്പോൾ ഒന്നും പറയാനില്ല, ഇതിൽ നല്ല അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കാണാം.